കുഞ്ഞിൻ്റെ ചോറിന് പോകാനായിട്ട് ഒരുങ്ങുക കേട്ടോ. ഇതിപ്പോൾ വെള്ളിയാഴ്ച രാത്രിയിൽ 11 മണി. അപ്പോൾ നമ്മളൊരു 11 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി 7:45 കൊല്ലത്ത് വരുന്ന ട്രെയിനാണ്, മദ്രാസ് ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പോൾ കൊല്ലത്തുള്ളവരെല്ലാവരും അവിടുന്ന് കയറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ആലുവ സ്റ്റേഷനിൽ നിൽക്കുവാണ്. എൻ്റെ സെറ്റ് മുണ്ടും ഇതാ കേട്ടോ. ഞാൻ 1-2 സെറ്റ് മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. കണ്ട കുഞ്ഞുണർന്നിരിക്കുന്ന കണ്ട. ഭയങ്കര മഴ കേട്ടോ ഇവിടെ, ഭയങ്കര മഴ. അപ്പോൾ ഗുരുവായൂർ മഴയായിരിക്കും. അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി പോവുക കേട്ടോ. ട്രെയിൻ വരാൻ ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിന് ഞാൻ ദാണ്ട് അവിടെ ഇരുന്നുകൊണ്ട് വാവയെ കളിപ്പിക്കുക കേട്ടോ. നല്ല മഴ ഇവിടെ. അപ്പോൾ ഗുരുവായൂർ നല്ല മഴയായിരിക്കും. ആദ്യമായിട്ടാണ് പ്രാർത്ഥന മുള്ള ട്രെയിനിൽ പോകുന്നത് കേട്ടോ. ട്രെയിനിൽ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ കാറിനകത്താണ് ഇതുവരെയും കൊല്ലത്തോട്ടൊക്കെ പോയത്. ഏതാണ്ട് ട്രെയിൻ വന്നു കേട്ടോ. നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കുവാ. അതുകൊണ്ട് നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റിലങ്ങ് കയറിയാൽ മതി. മറ്റേ കൊല്ലത്തുനിന്ന് വന്ന എല്ലാവരും അതിനകത്തുണ്ട്. ജീത്തുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അതിനകത്തുണ്ട്. നമ്മളൊരു 2:10 നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. വെളുപ്പിന് 2:10. അപ്പോൾ 5 മണി തൊട്ട് ചോറൂണ് തുടങ്ങും. ഭയങ്കര മഴ കേട്ടോ. ആ പൂവൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല ഫ്രഷ് പൂവായിട്ട് ഉണ്ടോ, നല്ല ഫ്രഷ് പൂ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് തലയിൽ വെക്കാൻ കുറച്ച് പൂവൊക്കെ മേടിച്ച് ഞങ്ങളങ്ങ് റെസീറ്റ് എഴുതുന്നിടത്തോട്ട് പോയി കേട്ടോ. റൂം എടുക്കണമായിരുന്നു. കാരണം റൂമൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ടോ ചില സ്റ്റാളൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്ന് പോവുക കേട്ടോ. ചിത്തുവിൻ്റെ അമ്മയത്. സൈജേട്ടൻ തോണ്ട കുഞ്ഞിനെ എടുത്ത് തോളയിലിട്ടിട്ട് സൈജേട്ടൻ വരുന്നുണ്ടാന്ന് മഴ. അങ്ങനെ റൂം എടുത്ത് ഞങ്ങൾ ലഗേജ് എല്ലാം കൊണ്ടുവച്ച് ഞങ്ങൾ ഒന്നും കൂടെ ഫ്രഷായിട്ട് നമ്മളതാണ്ട് 5 മണി കഴിഞ്ഞപ്പോൾ ചോറൂണ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും നേരെ അകത്ത് കയറി തൊഴായിരുന്നു. പക്ഷെ ഞങ്ങളെ കയറ്റത്തില്ല. ഞങ്ങൾ വരിക്ക് നിന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഈ വരി നിൽക്കുന്ന ഉണ്ണാനുള്ള വരിയാണ് കേട്ടോ. അപ്പം എനിക്ക് പിന്നെ ആ വരി നിൽക്കാനൊന്നും പറ്റിയില്ല. കാരണം